കരുത്തുറ്റ ഒരുപിടി മികച്ച കഥാപാത്രങ്ങളിലൂടെ പ്രേക്ഷകരുടെ മനസ്സിൽ ഇടം നേടിയ ചലച്ചിത്ര നടിയാണ് മഞ്ജു വാര്യർ. സ്കൂൾ വിദ്യാഭ്യാസ കാലത്ത് തന്നെ പ്രതിഭ തെളിയിച്ച മഞ്ജു 2 വർഷം തുടർച്ചയായി കേരള സംസ്ഥാന സ്കൂൾ യുവജനോത്സവത്തിൽ കലാതിലകമായിരുന്നു. സാക്ഷ്യം എന്ന ചിത്രത്തിലൂടെ ബാലതാരമായിട്ടായിരുന്നു മഞ്ജുവിൻ്റെ അരങ്ങേറ്റം. പിന്നീട് 18ാമത്തെ വയസ്സിൽ സല്ലാപം എന്ന ചലച്ചിത്രത്തിലെ നായികാ കഥാപാത്രത്തെ അവതരിപ്പിച്ച് ശ്രദ്ധേയയായി. തുടർന്ന് 20ഓളം മലയാള സിനിമകളിൽ ഒട്ടേറെ നായികാ വേഷങ്ങൾ ചെയ്തു. ഈ പുഴയും കടന്ന് എന്ന ചിത്രത്തിലെ അഭിനയത്തിന് മികച്ച അഭിനേത്രിക്കുള്ള സംസ്ഥാന ചലച്ചിത്ര പുരസ്കാരവും, കണ്ണെഴുതി പൊട്ടും തൊട്ട് എന്ന ചിത്രത്തിലെ അഭിനയത്തിന് ദേശീയ ജൂറിയുടെ പ്രത്യേക പരാമർശവും മഞ്ജു വാര്യർ സ്വന്തമാക്കി. 1998 ഒക്ടോബർ 20 പ്രശസ്ത നടൻ ദിലീപിനെ വിവാഹം ചെയ്ത മഞ്ജു അഭിനയ രംഗത്ത് നിന്ന് പൂർണ്ണമായും വിട്ടുനിന്നു. എന്നാൽ 2ാം വരവിൽ ലേഡി സൂപ്പർ സ്റ്റാർ എന്ന പദവി കൂടി കൈവരിച്ചിരിക്കുകയാണ് മഞ്ജു. കേരളത്തിലെ പെൺകുട്ടികൾക്ക് മുഴുവൻ അഭിമാനിക്കാനും പ്രചോദനമാകാനും മഞ്ജുവിന് കഴിഞ്ഞിട്ടുണ്ട്. 2ാം വരവിൽ മലയാളത്തിൽ മാത്രമല്ല തമിഴിലും തൻ്റെ മികവുറ്റ പ്രകടനം കാഴ്ചവെക്കാൻ മഞ്ജുവിന് കഴിഞ്ഞു. ഇപ്പോൾ താരം പങ്കുവച്ച ഒരു വാർത്തയാണ് സോഷ്യൽ മീഡിയയിൽ വൈറലായി മാറുന്നത്. വർഷങ്ങളുടെ സിനിമാ ജീവിതത്തെക്കുറിച്ചും സ്വകാര്യ ജീവിതത്തെക്കുറിച്ചും മഞ്ജു തുറന്നു പറഞ്ഞു. ജാക്ക് ആൻഡ് ജിൽ എന്ന സിനിമയിൽ താരത്തിന് പറ്റിയ ഒരു അപകടത്തെക്കുറിച്ചും താരം തുറന്നു പറഞ്ഞിരുന്നു. ആ സിനിമയിൽ ഇസ്തിരിപ്പെട്ടി കൊണ്ട് മഞ്ജുവിൻ്റെ തലക്കടിക്കുന്ന ഒരു സീനുണ്ട്. ഇസ്തിരിപ്പെട്ടി ഡമ്മിയായിരുന്നുവെങ്കിലും അതിൻ്റെ വയറുകളും മറ്റും ഒറിജിനലായിരുന്നു. അതുകൊണ്ട് തന്നെ മഞ്ജുവിൻ്റെ തല പൊട്ടുകയും ചോര വരികയും ഹോസ്പിറ്റലിൽ കൊണ്ടുപോവുകയും ചെയ്തുവെന്നാണ് മഞ്ജു പറയുന്നത്. താരം മുൻപ് ഒരഭിമുഖത്തിൽ പറഞ്ഞ ഈ വെളിപ്പെടുത്തലുകളാണിപ്പോൾ വീണ്ടും സോഷ്യൽ മീഡിയയിൽ വൈറലായി മാറുന്നത്.